ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. AD 1612 to 16 കാലഘട്ടം. സൂറത്തിലെ ഒരു ദിവസം ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ. പരേതന്റെ ഭാര്യയാകട്ടെ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആ സംഘത്തോടൊപ്പമുണ്ട്. വിവാഹ മണ്ഡപത്തിലേക്ക് എന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നു. ശവശരീരം ചിതയിൽ വെച്ചു. 3 വട്ടം വലം വെച്ചവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിന്റെ ശിരസ് മടിയിൽ വെച്ചു. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോവുകയാണ്. അതാണ് വിശ്വാസം. ഉണങ്ങിയ വിറകുകൊള്ളികളും നെയ്യും എണ്ണയും അവൾക്ക് ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്കുമേൽ വർഷിച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ ഭർത്താവിനൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ട് ഭാര്യ എന്ന നിലയിൽ അവൾ ചിതയിലിരിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? 10 വയസ്സ് പോലും തികയാത്ത ഒരു കുട്ടി പ്രായമായ ഒരാളെ കല്യാണം കഴിച്ചേക്കുവാണ് അല്ലേ. അപ്പോൾ അവിടെ 10 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ബാലവിവാഹം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സതി എന്ന ദുരാചാരം ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാമേ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺ ശിശു ഹത്യ, അടിമത്തം, ജാതി വിവേചനം, വിദ്യാഭ്യാസ നിഷേധം, ഇതൊക്കെ എന്താണ്, അതിന് ഉദാഹരണങ്ങളാണ്. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യ ബോധവുമാണ് ഇതിന് പ്രേരകമായത്. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം എന്നിവ ഇതിന്റെ പൊതു സ്വഭാവങ്ങളായിരുന്നു. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹ്യ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെക്കുറിച്ചും അതുപോലെ തന്നെ അതിന് തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, രാജാറാം മോഹൻ റോയ്. നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് ടെക്സ്റ്റിലെ പോയിന്റ് നോക്കുന്നുണ്ട്, എക്സ്ട്രാ പോയിന്റ് ആണ്. മഹാകവി ടാഗോറിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ബംഗാളിലാണ് അദ്ദേഹം ജനിച്ചത്. തന്റെ ജീവിതം മുഴുവനും സമൂഹത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കരണത്തിനു വേണ്ടി മാറ്റിവെച്ച മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. 8ഓളം ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന അദ്ദേഹം മതഗ്രന്ഥങ്ങളിലും അഗാധ ജ്ഞാനം ഉണ്ടായിരുന്നു. സതി, ബഹുദൈവ ആരാധന, ബിംബാരാധന, ജാതിവ്യവസ്ഥ, ജന്തുബലി തുടങ്ങിയവയ്ക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തി ഇന്ത്യൻ സമൂഹത്തെ കാലോചിതമായി പരിഷ്കരിക്കാൻ അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെ നവീകരിക്കാൻ ഉതകുന്ന ദൈക്ഷണികവും സർഗാത്മകവുമായ ആശയങ്ങളാണ് പാശ്ചാത്യരിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിധവ പുനർവിവാഹത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശവും പിന്തുടർച്ച അവകാശവും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആധുനിക ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ജീസസിന്റെ കൽപ്പനകൾ, അതുപോലെ തന്നെ തുഹഫത്തുൽ മുവാഹിദീൻ. രാജാറാം മോഹൻ റോയ്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെറ്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സതി നിരോധിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെറ്റിക് പ്രഭു. ഇതിന് പ്രധാന കാരണം എന്താണ്? രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളായിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. അപ്പോൾ അത് എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. ഇതും എക്സാമിന് വരുന്നതാണ്. ഇനി അടുത്ത നോക്കാം, സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ തന്നെ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്.
ഞാനത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആര്യയ്ക്ക് ദയയില്ലെന്നാണ് പഠിക്കുന്നത്. അല്ലെ ദയ ഉണ്ടെന്ന് പഠിച്ചാലും മതി. ഓക്കെ. ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യപരവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിവാഹക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. അപ്പോൾ സത്യശോധക് സമാജ് ആരുടെയാണ്? ജ്യോതിറാവു ഫുലെയുടേതാണ്. ഓക്കെ. പണ്ഡിത രമാബായ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് രമാബായി. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. അപ്പോൾ ആര്യ മഹിളാ സഭ പണ്ഡിത രമാബായ്, ജ്യോതിറാവു ഫുലെ, സത്യശോധക് സമാജ്. അതുപോലെ തന്നെ ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇത് പറഞ്ഞത് ആരാണെന്ന് എക്സാമിന് ചോദിക്കും കേട്ടോ. സ്വാമി വിവേകാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ കേരള നവോത്ഥാനത്തില് ആഗമാനന്ദ സ്വാമിയും ഇത് വെച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കണേ. നോക്കിയേ, മാറുന്ന ജനത. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിന്റെ കാഴ്ചപ്പാടാണ് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഊന്നി പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചു. ദേശീയ ബോധം വളരുന്നു. നമ്മൾ ഇതുവരെ എന്താ നോക്കിയത്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച് നോക്കിക്കേ. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു. ഇതെല്ലാം എന്താണ്? ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്നുള്ള ബോധം ഉളവാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഈ ബോധമാണ് ഇന്ത്യൻ ദേശീയത. ഭാഷയുടെയോ മതത്തിന്റെയോ വംശീയതയുടെയോ പൊതു പാരമ്പര്യത്തിന്റെയോ ഭൂമിശാസ്ത്രപരമായ തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നാണെന്ന് വിശ്വസിക്കുന്നതിനെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രിട്ടീഷ് വിരുദ്ധ സമീപനങ്ങളാണ് ഇന്ത്യയിൽ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായത്.
ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ: ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചു. ഇന്ത്യയെ ഒരൊറ്റ ഭരണത്തിന്റെ കീഴിലാക്കി രാഷ്ട്രീയമായി ഏകീകരിച്ചു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വളർച്ച വിദേശ ഭരണത്തിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുവാൻ ഇന്ത്യക്കാരെ സഹായിച്ചു. ഗതാഗത വാർത്താവിനിമയ സംവിധാനത്തിന്റെ വളർച്ച ഇന്ത്യക്കാർക്ക് പരസ്പരം ഇടപഴകാനും മനസ്സിലാക്കാനും സഹായകമായി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സാമൂഹിക ഉണർവ് സഹായകമായി. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളുമെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ. പക്ഷേ എല്ലാറ്റിനുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ. അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിനുള്ള ജനമാണ് ഭാരതമാതാവ്. അവരുടെ ജയമെന്ന് വെച്ചാൽ ഈ ജനത്തിന്റെ ജയമെന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരതമാതാവിന്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവെന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാലത്തെ പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തലിനകത്ത് പറയുന്ന കാര്യം ഇത്. ദേശീയബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി. ഇത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചു. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാരൊക്കെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. സംഘടനകളുടെ രൂപീകരണം. ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം 1885 ഡിസംബർ 28. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചുകൂട്ടുവാൻ മുൻകൈ എടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 1885 ഡിസംബർ 28. അതുപോലെ തന്നെ 72 പേര് A.O. ഹ്യൂം, അതുപോലെ തന്നെ W.C. ബാനർജി. ഓക്കെ. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരാ പറഞ്ഞത്? W.C. ബാനർജി. ഇതും പഠിക്കണം. ഓക്കെ. നോക്കിക്കേ, ഈ ചിത്രം എന്താ കാണുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രമാണേ. നോക്കിക്കേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് എക്സാമിന് ചോദിച്ചതാണേ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനമെന്ന് വിളിക്കാം. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ.
പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. നോക്കിക്കേ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത അവരുടെ ചിത്രങ്ങളാണ് കാണിച്ചേക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയെന്ന് ഇവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. നോക്കിക്കേ, അപ്പൊ ചോർച്ചാ സിദ്ധാന്തം എന്താണെന്ന്. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ട് പോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം എന്തായിരുന്നു? ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. ദാദാഭായ് നവറോജിയുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ഘട്ടങ്ങളായി തിരിക്കും. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദി ദേശീയതയുടേതായിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഈ വിഭാഗം ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിൽ വിശ്വസിച്ചവരായിരുന്നു. ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണം ആവശ്യമാണെന്ന് അവർ കരുതി. ബ്രിട്ടനെ അവർ നേരിട്ട് എതിർത്തിരുന്നില്ല. അവരുടെ പ്രവർത്തന രീതി ഭരണഘടനാപരമായ പ്രക്ഷോഭമായിരുന്നു. നിയമത്തിന്റെ 4 അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവർ പ്രവർത്തിച്ചിരുന്നുള്ളൂ. പൊതുജനാഭിപ്രായങ്ങൾ സ്വീകരിച്ച് നിവേദനങ്ങളിലൂടെയും മീറ്റിംഗ്, പ്രസംഗം എന്നിവയിലൂടെയും ലക്ഷ്യങ്ങൾ നേടാനാണ് അവർ ശ്രമിച്ചത്. അതിനാൽ ഈ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബഹുജന അടിത്തറ ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസം ഉള്ളവരിൽ മാത്രം ഒതുങ്ങി നിന്നു. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ദിയാബ്ജി, സുരേന്ദ്രനാഥ ബാനർജി തുടങ്ങിയവർ മിതവാദ നേതാക്കളായിരുന്നു. കോൺഗ്രസിനോടുള്ള ബ്രിട്ടീഷ് സമീപനം ആദ്യകാലങ്ങളിൽ സൗഹാർദ്ദപരമായിരുന്നെങ്കിലും പിന്നീട് അതിനെ നിരാകരിക്കാനും തള്ളിപ്പറയാനും തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ രൂപത്തിനും ഭാവത്തിനും മാറ്റങ്ങൾ പ്രകടമായി. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയെടുക്കുന്നതിൽ മിതവാദികൾക്കുണ്ടായ പരാജയമാണ് തീവ്ര ദേശീയതയുടെ വളർച്ചയിൽ സഹായകമായത്. മിതവാദികളുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലാതായി. ബ്രിട്ടീഷുകാർക്കെതിരെ ഊർജ്ജസ്വലമായ സമരരീതികൾ വേണമെന്ന ആവശ്യം ശക്തമായി. കൂടാതെ ദേശീയ പ്രസ്ഥാനം ബഹുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും സ്ത്രീകളും കർഷകരും വിദ്യാർത്ഥികളും അതിൽ സജീവമാവുകയും ചെയ്തു. തീവ്രവാദികൾക്ക് ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ ലക്ഷ്യം വെച്ചത് സ്വരാജ് അഥവാ സ്വാതന്ത്ര്യമായിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്നവർ ആഗ്രഹിച്ചു. തീവ്ര ദേശീയ നേതാക്കളെ സ്വാധീനിച്ചിരുന്നത് ഇന്ത്യയുടെ ഭൂതകാലവും സാംസ്കാരിക പൈതൃകവുമായിരുന്നു. ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ദാദാഭായ് നവറോജിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നും അറിയപ്പെടുന്നു. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച അദ്ദേഹം വിശദീകരിക്കുന്നത്. ബ്രിട്ടീഷ് വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം, പെൻഷൻ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ലഭിക്കുന്ന ലാഭം, സമ്മാനങ്ങൾ എന്നിവയിലൂടെയാണ് ഈ ചോർച്ച സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഓരോ വർഷവും 40 കോടിയോളം രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയത്. ഇന്ത്യയുടെ ദാരിദ്ര്യാവസ്ഥയ്ക്കുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തുന്നതിനും ദേശീയബോധം രൂപപ്പെടുത്തുന്നതിനും നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം മുഖ്യ പങ്ക് വഹിക്കുകയുണ്ടായി. ബംഗാൾ വിഭജനം. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നുപോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. ഇത് പഠിച്ചു വെക്കണേ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ
വൈസ്രോയിയായ കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. അതും പഠിച്ചു വെക്കണം. 1905 വിഭജിക്കപ്പെട്ട ബംഗാളിന്റെ ഭൂപടമാണ് കാണിച്ചേക്കുന്നത്. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. ഇത് പഠിച്ചു വെക്കണേ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇവിടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ബംഗാൾ ജ്വലിക്കുന്നു. ബംഗാൾ വിഭജനം നടത്തിയപ്പോൾ അവിടുത്തെ ജനത അടങ്ങിയിരുന്നോ? ഇല്ല. അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചു. എങ്ങനെയാണ്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്കും വിലക്ക്. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന ജനവിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സമരത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെന്റിന് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യമെന്റെ ജന്മാവകാശം. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ. ലാൽ പാൽ ബാൽ. ഓക്കെ, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. തീവ്ര ദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ഇത് എക്സാമിന് ചോദിക്കുന്നയാ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അതും എക്സാമിന് ചോദിക്കുന്നയാ. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അതും നോക്കണം. സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നത് തിലകന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. അതും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ 3 പേരുടെയും ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടോ. സർവേന്ത്യ മുസ്ലിം ലീഗ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇംഗ്ലീഷുകാർ നടപ്പിലാക്കിയ പ്രധാന നയമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കൽ. ഇന്ത്യയിലെ പ്രധാന സമുദായങ്ങളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഒന്നിച്ചു നിൽക്കുന്ന കാലത്തോളം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുക പ്രയാസമാണെന്ന് ഇംഗ്ലീഷുകാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ ഏത് നയവും സ്വീകരിക്കുമായിരുന്നു. ഹൈന്ദവ സമൂഹത്തിലുണ്ടായ സാമൂഹിക ഉണർവിന്റെ ഫലമായി വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും അവർ ഏറെ മുന്നിലായി. എന്നാൽ അത്തരത്തിലുള്ള ഉണർവ് മുസ്ലിം സമൂഹത്തിൽ വളരെ വൈകി മാത്രമേ ഉണ്ടായുള്ളൂ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തത് കാരണം ബ്രിട്ടീഷുകാർ അവരോട് ശത്രുതാപരമായ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ മുസ്ലിങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഈ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങളിൽ തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സംവരണം വേണമെന്ന ചിന്ത രൂപപ്പെടുകയും ബലപ്പെടുകയും ചെയ്യുന്നത്. ഈ ചിന്തകളാണ് 1906 ധാക്കയിൽ വെച്ച് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണത്തിലേക്ക് നയിച്ചത്. സർവേന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് ആഗഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. സൂറത്ത് പിളർപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക്
സ്വയംഭരണം നൽകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ഇതാണ് ആനി ബെസന്റിന്റെ ചിത്രം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബെസന്റ്. 1916 ഹോം റൂൾ ആരംഭിച്ചു. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. 1907 കോൺഗ്രസിന്റെ പിളർപ്പിന് ശേഷം ദേശീയ പ്രസ്ഥാനം ദുർബലമായിരുന്നു. 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചു. ഇന്ത്യ ബ്രിട്ടന്റെ ഭാഗത്താണെന്ന് ഏകപക്ഷീയമായി ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. ഈ സമയത്ത് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭരണപരമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ബാലഗംഗാധര തിലകൻ പൂന കേന്ദ്രീകരിച്ചും ആനി ബെസന്റ് മദ്രാസ് കേന്ദ്രീകരിച്ചും ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ഹോം റൂൾ എന്ന പദം അയർലൻഡിലെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും കടമെടുത്തതാണ്. ഒന്നാം ലോകയുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞുപോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇത് പഠിച്ചു വെക്കണേ. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ഓക്കെ, ലക്നൗ സന്ധി നോക്കിക്കേ. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സജീവമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാർക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സമ്മറിയാണ്. ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. രാജാ റാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു ഫുലെ, പണ്ഡിത രമാബായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നത്. അത് ഓർത്തു വെക്കണം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനം നടന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പുസ്തകം മാറിയാലും നമുക്ക് എന്താണ്, ഇതൊക്കെ ഫാക്ട് തന്നെയാണ് അല്ലേ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ചാപ്റ്റർ പ്രധാനപ്പെട്ടതാണ് PSC എക്സാമിന്. അപ്പോൾ പഠിക്കണം. ഓക്കെ, താങ്ക് യു.